CPM നാട്ടിക ഏരിയ സമ്മേളനത്തിന് കയ്പമംഗലത്ത് തുടക്കമായി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് ഏതൊക്കെ തരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം, ഏതൊക്കെ നിലപാടുകൾ നമുക്ക് മാറ്റേണ്ടി വരും, ഏതൊക്കെ നിലപാടുകൾ പുതുതായി സ്വീകരിക്കേണ്ടി വരും, ഇതെല്ലാം വിശദമാക്കുന്ന നമ്മുടെ പാർട്ടിയുടെ രാഷ്ട്രീയ രേഖയാണ് നമ്മുടെ രാഷ്ട്രീയ അടവ് നയം. ആ രാഷ്ട്രീയ അടവ് നയം പ്രധാനമായും ജനകീയ ജനാധിപത്യ പോരാട്ടത്തിന് നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന സുപ്രധാനമായ കടമ നിർവഹിക്കാൻ വേണ്ടിയാണ്. ജനകീയ ജനാധിപത്യ വിപ്ലവമാണ് നാം ലക്ഷ്യം വെക്കുന്നത്. ആ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിലേക്ക് എല്ലാ വിഭാഗം ജനങ്ങളെ അടുപ്പിക്കാം. പാർട്ടി പരിപാടിയിലെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇന്ന് കേരളത്തിലെ ഈ ജനകീയ ജനാധിപത്യ പോരാട്ടത്തിൽ നമുക്കൊപ്പം അണിനിരത്താൻ കഴിയാത്ത ഒരു വിഭാഗവും കേരളത്തിലില്ല. എന്ന് പറഞ്ഞാൽ അതിസമ്പന്നരായ ആളുകൾ, വൻകിട ഭൂവുടമകൾ, അങ്ങനെയുള്ള വലിയ വിഭാഗമില്ല. എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നമ്മുടെ ഈ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിന്റെ ഭാഗമാക്കി തൊഴിലാളികൾക്ക് നയിക്കുന്ന ഈ വിപ്ലവത്തിന്റെ കണ്ണികളാക്കി മാറ്റാം. അതിനുള്ള സംഘടനാ പ്രവർത്തനങ്ങളാണ് നാം ഓരോ പ്രദേശങ്ങളും ഏറ്റെടുക്കുന്നത്. TV സുരേഷ് ബാബു രക്തസാക്ഷിത്വ പ്രമേയവും, PA രാമദാസ്, TG നിഖിൽ, അലോക് T മോഹൻ എന്നിവർ അനുശോചന പ്രമേയങ്ങളും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, KA വിശ്വംഭരൻ, KR സീത, KB ഹംസ എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KV അബ്ദുൾ ഖാദർ, മുരളി പെരുന്നെല്ലി MLA, PK ചന്ദ്രശേഖരൻ എന്നിവർ പങ്കെടുത്തു. 11 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 180 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം വെള്ളിയാഴ്ച പൊതുസമ്മേളനത്തോടെ സമാപിക്കും.